കണ്ണൻ ഇവിടുന്ന് മഹാലക്ഷ്മിക്കൊപ്പം പോയത് പ്രതാപനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാ. അവൻ ഉറപ്പായിട്ടും വള്ളി പുള്ളി തെറ്റാതെ കണ്ണനോട് പറയുമെന്ന് ഉറപ്പാ മോളെ. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ ഇവിടുന്ന് ചെന്നപ്പോ അച്ഛന്റെ മുറിയിലിട്ട് പൂട്ടി. പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ കാര്യങ്ങൾ അറിയാലോ, അമ്മയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ. ഇതിന്റെ ഒക്കെ പിന്നില് അമ്മാവനാണെന്ന് മാത്രമേ ആർക്കും അറിയാത്തതുള്ളൂ. അതാ എന്റെ പേടി. അവൻ എന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞ പിന്നെ എനിക്ക് ഈ വീട്ടിൽ കാലെടുത്ത് കുത്താൻ പറ്റത്തില്ല മോളെ. ഉണ്ണിയും ദുർഗയും പോലും പിന്നെ ഈ വീട്ടിൽ കയറ്റത്തില്ല. അതേപ്പറ്റി എന്റെ അമ്മയ്ക്കും ലക്ഷ്മിക്കും പോലും ഒന്നും അറിയത്തില്ല. ഇനി ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല മോളെ. അതുകൊണ്ട് അച്ഛന്റെ കൈയും കാലും കെട്ടി ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞത്. എത്ര നിസ്സാരമായിട്ടാ അമ്മാവൻ ഇതൊക്കെ പറയുന്നത്. എന്റെ അച്ഛനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് അച്ഛനെ ഇപ്പൊ ഈ പരുവത്തിലാക്കിയത് അമ്മാവൻ ഒറ്റൊരുത്തനാ. അതിനവൻ ഇഷ്ടം പോലെ പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അവൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഉണ്ണിയും ദുർഗയും വരുന്നുണ്ട്. അമ്മാവ, ഇന്നിവിടെ നടന്നൊക്കെ കണ്ടില്ലേ? എന്താ ഇതിനൊരു പരിഹാരം? അതിനിടയ്ക്കാ മോളുടെ അച്ഛന് ബാധ കയറിയിരിക്കുന്നെ. ഇവളുടെ അച്ഛനാണോ എന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നതെന്ന് ഞാൻ പലതവണ ഇവളോട് ചോദിച്ചു. ആ സംശയം എനിക്കിപ്പോ കൂടി കൂടി വരുവാ. നീ എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ പിന്നെ ഇവളുടെ അച്ഛന്റെ ദേഹത്ത് തന്നെ എന്റെ അച്ഛൻ കയറിയിരിക്കുന്ന എന്തിനാ? മോനെ ഉണ്ണി, ദുർമരണം നടന്ന മുറികളിൽ നമ്മൾ താമസിച്ച ആ മുറിയിൽ കെട്ടിത്തൂങ്ങിച്ചത്ത ആൾക്കാര് നമ്മളെ ശല്യം ചെയ്യാറില്ലേ? അങ്ങനെ പല കഥകളും നമ്മൾ കേട്ടിട്ടില്ലേ? അവർക്കൊക്കെ നമ്മളുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിട്ടാണോ നമ്മളെ അവര് ഭയപ്പെടുത്തുന്നത്? അത് ശരിയാടാ മോനെ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. മേഘേട്ട ഉണ്ടായിരുന്നെങ്കിലേ ഈ 7-ാം മാസത്തിലെ ചടങ്ങ് നല്ല രീതിയിൽ അവസാനിക്കില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങള് മേഘേണ്ണായിട്ട് തന്നെ ഉണ്ടാക്കിയാണ്. ഇവിടെ അമ്മാവനെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. എടാ മോനെ, എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ടൊന്നും അല്ല. തൽക്കാലം നമ്മൾ ആ വഴിയെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അത് ശരിയാ അമ്മാവൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഓരോരോ സംഭവങ്ങൾ കണ്ടും കേട്ടും സഹികെട്ടും നടക്കുക. അതിന്റെ കൂടി ഇനി മറ്റു തലവേദനയും കൂടി പിടിച്ചു വെക്കണ്ട. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് നീ. അങ്ങനെയുള്ള നീ നിന്റെ ചേച്ചിയുടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോ ഞങ്ങളെക്കാൾ കൂടുതൽ അത് മുടങ്ങിപ്പോവാൻ ആഗ്രഹിക്കേണ്ടവളാ. അങ്ങനെയുള്ള നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാരണമുണ്ടടാ ഉണ്ണി മോനെ. മോളുടെ അച്ഛന് സമനില തെറ്റിക്കിടക്കുക. ആ സമയത്തും മറ്റൊന്നും ഒക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ മോളെ? അതാ സത്യം. ഇതിനിടയിൽ ഞാനും അമ്മയ്ക്ക് അറിയാത്തതായി എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ അച്ഛനുമായിട്ട് നേർക്ക് നേരെ നിന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാ ചെല്ല്, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കേ. എടാ എടാ എടാ, മോള് പറഞ്ഞത് ശരിയാടാ. ചെല്ല്, എന്നിട്ട് അവന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചോണ്ട് പോരാൻ നോക്ക്. എടാ, അവൻ വാ തുറന്നാല് വിശ്വനാഥനെ പറ്റി പുളിച്ച വർത്തമാനാ പറയുന്നത്. വിശ്വനാഥന്റെ അവിഹിത ബന്ധത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? വിശ്വേട്ടന്റെ അവിഹിത ബന്ധത്തെ പറ്റി പറഞ്ഞു? അങ്ങനെയൊക്കെ പറഞ്ഞു. കൃഷ്ണനോ തുളസിന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരിക്കലും വിശ്വേട്ടൻ അങ്ങനെ വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ അങ്ങനൊന്നും പറയണ്ട. അച്ഛനിടയ്ക്കൊക്കെ ആ രീതിയിൽ പറയുന്നത് ഞാനും കേട്ടതാ. നിന്റെ അച്ഛൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷേ ഒരിക്കലും എന്റെ അച്ഛൻ തെറ്റായ വഴി സഞ്ചരിക്കില്ല. എല്ലാ അച്ഛന്മാരെ കുറിച്ചും മക്കള് അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. എന്താ, അച്ഛന്മാര് മനുഷ്യരല്ലേ? വിശ്വനാഥന്റെ ചുറ്റിക്കളിയെ പറ്റിയൊക്കെ കുറച്ചൊക്കെ എനിക്കും അറിയാം. അപ്പോ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ എന്നെ വിശ്വേട്ടനും തമ്മിൽ ഒന്നിപ്പിച്ചത്? അത് പിന്നെ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ദുർഗേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. ഇനിയിപ്പോ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആളും പോയി മരിച്ചു. ഇനിയിപ്പോ അവന് കൃഷ്ണയായിട്ടോ തുളസിയായിട്ടോ ആരുമായിട്ടും ബന്ധം ഉണ്ടായാലും നിനക്കെന്താ? പിന്നെ പ്രതാപൻ ഇത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ കുടുംബത്തിന് മോശം പേരാ. അതെത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ.
എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.